കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തബാങ്കിൽ ലൂക്കോസൈറ്റ് ഫിൽട്ടേഴ്സ് രക്തവിതരണം മുടങ്ങിയതോടെ തലാസീമിയ രോഗികൾ ദുരിതത്തിൽ. ആശുപത്രിയിലെ സ്റ്റോക്ക് തീർന്നതോടെ വലിയ വില കൊടുത്ത് പുറത്തുനിന്നും ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റ് വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. ലോക്കൽ പർച്ചേസ് നടത്തി രോഗികൾക്ക് ഫിൽട്ടർ സെറ്റ് ലഭ്യമാക്കണമെന്ന പ്രത്യേക ഉത്തരവ് നിലനിൽക്കുന്ന വേളയിലാണ് ഈ അവസ്ഥ. രോഗികൾക്ക് രക്തം നൽകുമ്പോഴുണ്ടാകുന്ന ഗുരുതരമായ പാർശ്വഫലം ഒഴിവാക്കാനായി ഉപയോഗിക്കുന്നതാണ് ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റ്. തലാസീമിയ രോഗികൾക്ക് ഹീമോഗ്ലോബിന്റെ മതിയായ അളവ് ശരീരത്തിൽ നിലനിർത്താൻ പലപ്പോഴും മാസം തോറും 2-3 യൂണിറ്റ് രക്തം വരെ ആവശ്യമായി വരും. എന്നാൽ ഫിൽട്ടർ സെറ്റ് ഇല്ലാതെ രക്തം സ്വീകരിക്കാൻ ഭയപ്പെടുകയാണിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്ന രക്തത്തിന്റെ അളവ് ഇവർ കുറച്ചു. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ഭയവും രോഗികൾക്കുണ്ട്. 1300 രൂപ നൽകി പുറത്തുനിന്നും ഫിൽട്ടർ സെറ്റ് വാങ്ങേണ്ട അവസ്ഥയാണ് രോഗികൾക്കെന്ന് ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായി കേരളത്തിലെ തലസീമിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം മരുന്നും ഫിൽട്ടർ സെറ്റും ഒക്കെ തീരുന്ന ഒരു സ്ഥിതി ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവന് പോലും അങ്ങേയറ്റത്തെ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 തവണ രക്തം കയറ്റുന്നതിന് 2-3 ഫിൽട്ടർ സെറ്റ് വാങ്ങേണ്ടി വരുന്ന ഈ വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം വഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ഈ മരുന്നും ഫിൽട്ടർ സെറ്റും മുടങ്ങുന്ന സ്ഥിതി തലസീമിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാത്ത സ്ഥിതി സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറാവുകയും വേണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏറെ നാളത്തെ മുറവിളിക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഫിൽട്ടർ സെറ്റുകൾ എത്തിയത്. അതാണെങ്കിൽ ഇപ്പോൾ താളം തെറ്റിയ അവസ്ഥയിലാണ്. കണ്ണൂർ ജില്ലയിലും സ്ഥിതി സമാനമാണ്. ഇവർക്ക് ആവശ്യമായ മരുന്നും മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഫിൽട്ടർ സെറ്റുകളും മരുന്നുകളും എത്തിക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്.